യുവാക്കളുടെ ആവേശമായി മുംബൈയിൽ ബറാക് ഒബാമയുടെ സംവാദം. കോളേജ് വിദ്യാർത്ഥികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മലയാളികളും പങ്കെടുത്തിരുന്നു. 6 കോളേജുകളിൽ നിന്നുള്ള 300-ലധികം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പൗരാണികമായ കെട്ടിടത്തിന്റെ നടുമുറ്റത്താണ് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഭാര്യ മിഷേലും കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നത്. ഭാവി ലോകത്തിന്റെ പ്രതീക്ഷ യുവത്വത്തിലാണെന്നും കഠിനാധ്വാനത്തിലൂടെ മാനവരാശിയുടെ പുരോഗതിക്കായി എല്ലാവരും ഒരുമിക്കണമെന്നും പുതുതലമുറയോട് ഒബാമ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം അല്പസമയം ചിലവഴിക്കാനായത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇഷ്ട നേതാവിനെ ഒരു നോക്ക് കാണാനായതിന്റെ ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ഞങ്ങളുടെ ഫ്രണ്ട് മാതിരി ഇൻസ്പയറിംഗ് ആസ് എല്ലാ ഇഷ്യൂസിലും അദ്ദേഹം വർത്താനം പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ആയാലും ഇറാഖ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ നല്ലപോലെ അവർ ആൻസർ ചെയ്തു. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സ്റ്റുഡൻസിന് കിട്ടത്തില്ല ഈ ചാൻസ്, എനിക്ക് കിട്ടി. അപ്പോ വളരെ സന്തോഷമായി. ചോദ്യം ചോദിക്കുന്നതിനായി എല്ലാവരും കൈപൊക്കിയപ്പോൾ ഒബാമ തന്നെ തിരഞ്ഞെടുപ്പ് ജോലി ഏറ്റെടുത്തു. നയതന്ത്രം മുതൽ ആത്മീയത വരെ നീളുന്നതായിരുന്നു ചോദ്യങ്ങൾ. പ്രസരിപ്പിന്റെയും പ്രചോദനത്തിന്റെയും കരുത്തൻ പ്രതീകമായി US പ്രസിഡന്റ് മുംബൈയുടെ യുവഹൃദയങ്ങളെ കീഴടക്കി. ആരാധനയോടെ ഒബാമയുടെ ഓരോ വാക്കുകൾക്കും കാതോർത്ത മുംബൈ യുവത്വം ലോക നേതാവിനെ ഹൃദയത്തോട് ചേർത്തുവെച്ചു. മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ക്യാമറമാൻ ഋതികേഷിനൊപ്പം ജയപ്രകാശ്, മനോരമ ന്യൂസ്.